എന്താ അമ്മണിയെ? എന്തുണ്ടായി? മണിയേട്ടനെ കുതിച്ചങ്ങനെ കയറ്റി ആകാശം വരെ. ഊഞ്ഞാലേ കുട്ടിക്കാലം കഴിഞ്ഞിരിക്കണം കേട്ടോ. അതെ അമ്മേ, പിന്നെ ഞങ്ങളെ എന്നിട്ട് മണിയേട്ടൻ പോവാൻ തന്നെ നിശ്ചയിച്ചോ? പോയാൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി കിട്ടും, വീട്ടിലേക്ക് എന്തെങ്കിലും അയക്കാനും കഴിയും. പിന്നെ പിന്നെ നിനക്കറിയില്ലേ, എന്നാ എനിക്കും അറിയില്ല. വേഗം വരൂ. വരും. എവിടെ പോയാലും മനസ്സൊക്കെ ഇവിടെ തന്നെ ആവൂലോ. പോയാ പിന്നെ വരോളം കാണാൻ കഴിയൂ? ഞാൻ കാണും, സ്വപ്നം കാണും. മണിയേട്ടൻ പോവണ്ട. നീ എന്തിനാ കണ്ണു നിറയ്ക്കണേ? എത്രയോ ആൾക്കാര് എവിടേക്കോ പോയി ജീവിക്കണം. എന്റെ വാകേറിയ ദൈവം എനിക്ക് രഹസ്യിച്ചിരിക്കുന്നത് ഏത് നാട്ടിലാണാവോ? നീയാവും മറക്കുക, ഇവിടെ കളിയും ചിരിയൊക്കെ ആയിട്ട്. ഞാൻ മറക്കുവോ? ആവോ. മണിയേട്ടൻ മറന്നാലും ഞാൻ മറക്കില്ല. അത് മറക്കണ്ട. മറക്കുവോ? ആദ്യമൊക്കെ നാട് വിടണമെന്ന ആഗ്രഹം എനിക്കും തോന്നിയിരുന്നു. പക്ഷേ അച്ഛൻ മരിച്ചപ്പോ ഇവിടെ കുടുങ്ങി. ഇപ്പൊ തോന്നുന്നു പോവാതിരുന്നത് നന്നായി എന്ന്. ഇവിടെ അധ്വാനിക്കാനും ജീവിക്കാനും ഒക്കെ വകയുണ്ടല്ലോ. നാട് വിട്ടാലത്തെ കഥ എനിക്കറിയില്ല. ബാലേട്ടന് അത് പറയാം. അധ്വാനിച്ച കഴിയാനുള്ള വകയുണ്ട്. എനിക്കോ? എന്തിനാ ബാലേട്ട പണം വേണ്ടാത്തത്? പണമില്ലാത്തവരെ എന്തിനു കൊള്ളാം? ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് കുറെയൊക്കെ വെട്ടിപ്പിടിക്കാൻ. എനിക്കുണ്ടെങ്കിൽ നിനക്കുമില്ലേ മണിയ? അങ്ങനെ അല്ലാതെ നമ്മൾ ഇതുവരെ ജീവിച്ചിട്ടുണ്ടോ? അധ്വാനിച്ചാൽ ജീവിക്കാനുള്ള വക നമുക്കുണ്ടല്ലോ. അല്ല, പോകുന്നെങ്കിൽ പൊയ്ക്കുള്ളൂ, ഞാൻ തടയുന്നില്ല. മണിയന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എങ്ങും പോവില്ല. ഈ മണ്ണിൽ ചവിട്ടി ഇവിടെ നടക്കും. പിന്നെ പണം, അത് അത്യാവശ്യം കുറച്ചൊക്കെ വേണം. അല്ലാണ്ട് ജാസ്തി ആയതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എല്ലാം അവരവരുടെ ഇഷ്ടം. 4 വയസ്സേ എനിക്ക് കൂടൂ. ഉപദേശിക്കാൻ ഞാനാരാ? ഞാനാവണം ബാലേട്ട. മനസ്സിലാവണില്ല എനിക്ക് ഞാനാവാൻ ഭാരതപ്പുഴ വേണം. ഈ കുന്നും വയലും ഒക്കെ വേണം.
ഇതില്ലാതെ ഞാനില്ല. എനിക്ക് ഞാനാവൻ പണം വേണം, ജോലി വേണം. അമ്മേ, ഞാൻ ഇന്നലെ തന്ന പൊതിയങ്ങ് തരൂ. ഇതാ 200 റുപ്യ ഉണ്ട്, വാങ്ങിച്ചോളൂ. എന്തെങ്കിലും ആവശ്യം വരും. ഇനിയും വേണോ വെച്ചാൽ എഴുതിക്കോളൂ, അയച്ചു തരാം. വാങ്ങിച്ചോളൂ. അച്ഛന്റെ അനുഗ്രഹം വാങ്ങിയമ്മേ. അച്ഛൻ കിടപ്പിലാണെന്നുള്ള കാര്യം മറക്കരുത്. നിന്റെ കത്ത് കാണാൻ ഞാൻ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. ബാലേട്ട, അച്ഛനും അമ്മയും അവരെ ഞാൻ നോക്കും. പിന്നെ അവിടെ ബുദ്ധിമുട്ടാച്ചാ നേരെ ഇങ്ങോട്ട് പോരുകയെ വേണ്ടു. ഇക്കാര്യത്തിൽ വാശിയൊന്നും കാണിക്കണ്ട. മോളെ, ആൾക്കാർ വേണ്ടാത്തത് ഓരോന്ന് പറയും. അതിനൊന്നും വഴി വെച്ചൂടാ. തമ്പ്രാന്മാര് തമ്പ്രാന്മാരാണ്. നമ്മളും മാനത്ത് കാണുന്ന പുകയിന് കൊതിച്ചൂടാ. അത് പുകയല്ല, നക്ഷത്രമാണ്. താഴോട്ട് നോക്കിയിട്ടേ പെമ്പിള്ളേര് നടക്കാവൂ. കാലാകാലായിട്ട് നമുക്ക് അന്നം തരുന്നവരാണ് അവർ. കൊച്ചമ്പ്രാനാണെങ്കിൽ മരിച്ച വല്യമ്പ്രാന്റെ തനി പകർപ്പ. നമ്മൾ കഴുകിയ വെള്ളമാണെങ്കിലും അവര് കുടിച്ചോളും. നമ്മളോട് അത്രയ്ക്ക് ഇഷ്ടമാ എന്ന് വെച്ച് നമുക്ക് അവരെ മോഹിച്ചൂടാ മോളെ. അവിടെ ചെളിയാകാണ്ട് നോക്കേണ്ടത് നമ്മളാണ്. നീ കരയാതെ. എന്റെ മോള് കരയാൻ പറഞ്ഞതല്ല, അറിയാൻ പറഞ്ഞതാണ്. അയ്യപ്പ, നാളെ ഞാറ് പറിക്കണം. 8 10 ആളുകൾ വേണ്ടിവരും. നീരിയെ കൂടാണ്ട് 6 പേരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവര് വരുവേ. ഞാൻ പറഞ്ഞത് തമ്പ്രാൻ കേട്ടോ ആവും. നീലി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എല്ലാരും കേൾക്കേ അത് വിളിച്ചു പറയാൻ പക്ഷെ എനിക്കിപ്പോ കഴിയില്ല. അയ്യപ്പൻ പറയുന്നത് ഞാൻ കേട്ടു. എന്തിനാ കരയുന്നത്? കരയാതിരിക്കാനാണ് നിനക്ക് ഞാൻ. അതിന് ഇത്തിരി താമസമുണ്ട്. അമ്മിണിയെ ഒരു നല്ല നിലയിലാക്കിയിട്ട് വേണം. നമ്മൾ കാരണം അവൾ കഷ്ടത്തിലാവരുത്. ഈ പരിഷ്കാരം എന്നൊക്കെ പറയുന്നത് തൊലിപ്പുറത്തേ ഉള്ളൂ ഇക്കാലത്ത്. വല്ലോരും വല്ലതുമൊക്കെ പറയും, സാരമില്ല. തമ്പ്രാന്മാര് നിനക്ക് ഞാൻ തമ്പ്രാനാണെങ്കിൽ എനിക്ക് നീ തമ്പ്രാട്ടിയാണ്. വന്നിട്ടുണ്ട് ബോംബെന്ന് കത്ത്. മണിയേട്ടന്റെ ചിരിക്കണ്ട മണിയേട്ടന്റെ അമ്മയ്ക്കാണ് കത്ത്. അമ്മ ചിരിച്ചോളൂ. മണിയറിന്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്, അമ്മണിയുടെ വീട്ടില്. എന്നാ കൊടുത്തേരെ. കുട്ടി ഇവിടെ നിൽക്കൂ, ഞാനിപ്പോ വരാം.
ഉടനെ വീഴും. ആണ്ടോ മറിയത്തെ അമ്മയ്ക്കാണ് എടുത്ത്, അമ്മ വീണോളും. ഇന്നും മണിയന്റെ എഴുത്തൊന്നുമില്ല. എനിക്ക് ഒരു സമാധാനവും ഇല്ല. അതാണ് ഇങ്ങോട്ട് വന്നത്. എന്താടോ ഇത്ര വെപ്രാളപ്പെടാൻ? അവന് പണിയൊന്നും ആയിട്ടുണ്ടാവില്ല. ആയ എഴുതാണ്ടിരിക്കുവോ? ഇതെന്താ അമ്മണി ഓടി വരുന്നത്? ആ, അവള് വല്ല പുസ്തകം വെച്ച് മറന്നിട്ടുണ്ടാവും. അമ്മേ, മണിയേട്ടൻ എഴുത്ത്. എന്താ വിശേഷം? വായിക്കും മോളെ. പൊളിച്ചിട്ടില്ല, ഒന്ന് വേഗം വായിക്കേ. ഒന്ന് വേഗം പൊളിച്ച് വായിക്കും മോളെ. ശ്രീ ബോംബെ, എല്ലാരും കൂടി വായിച്ചറിയാൻ മണിയൻ എഴുതുന്നത്. എനിക്ക് ഒന്നിനും ബുദ്ധിമുട്ടില്ല. ജോലി ആയിട്ടില്ല. ആർക്കും അസുഖമില്ലെന്ന് വിശ്വസിക്കുന്നു. ഇത്ര തന്നെ. വേഗം ഒരു മറുപടി എഴുത്, ഇന്ന് തന്നെ. ഇപ്പൊ തന്നെ ഇരുന്ന് എഴുതും മോളെ. എഴുത്.